ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രീപ്പിംഗ് റോസ് നന്നായിട്ട് പൂത്ത് നിറഞ്ഞു നിൽക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു. അന്നേരം നമ്മളെ ഒരു സ്പെസിമെൻ പ്ലാന്റ് ഉണ്ട്. ഒരുപാട് പേര് നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള പ്ലാന്റാണ്. അന്നേരം അവനെ കൊണ്ടുവന്ന് നിങ്ങൾക്കൊന്നുകൂടെ ഒന്ന് വലിയ മദർ പ്ലാന്റൊക്കെ ഇപ്പം പൂത്ത് നിൽക്കുന്നത് എങ്ങനെയാണെന്നോ, അതേപോലെ തന്നെ നാടൻ വള്ളി റോസാണിത്. അന്നേരം ആ നാടൻ വള്ളി റോസ് എങ്ങനെയാണ് പൂത്ത് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് ലൈവായിട്ടൊന്ന് കാണാം. അതാണ്ടേ ഇത് നമ്മളെ വള്ളി റോസിൻ്റെ പ്ലാന്റാണ്. കണ്ടില്ലേ എന്തോരു ഭംഗിയായിട്ടാണ് പൂത്ത് നിൽക്കുന്നത്. ഇതിൻ്റെ തൈകൾ തന്നെയാണ് നമ്മൾ കുറേ പ്ലാന്റുകൾ എടുത്ത് നമ്മൾ കളക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ റോസിൻ്റെ കെയറും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അന്നേരം അതെല്ലാം കയറി കാണാനായിട്ട് ശ്രമിക്കുക. അന്നേരം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു വള്ളി റോസിനെ പറ്റിയിട്ട്. ഇത് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ചോദിച്ച് ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു. അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മളെ സ്പെസിമെൻ പ്ലാന്റ് ഒരുപാട് നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ മദർ പ്ലാന്റിനെ നമ്മളെങ്ങനെയാണ് ശുശ്രൂഷിച്ച് പോകുന്നതെന്നും അതിന് കൊടുക്കുന്ന വളങ്ങൾ എന്താണെന്നും നല്ല വെയിൽ കൊടുക്കണമെന്നും ഒക്കെ നമ്മളെല്ലാം വളങ്ങൾ, കീടനാശിനികൾ. എന്നാലും നാടൻ വള്ളി റോസായിട്ടുള്ള ഈ വെറൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓവറായിട്ട് വളം കൊടുക്കേണ്ടി വരുന്നില്ല. നന്നായിട്ട് വെയിൽ കൊടുക്കുക, അതേപോലെ തന്നെ വെള്ളം മാക്സിമം കൊടുക്കുക. എന്നാൽ പൂക്കുന്ന സമയങ്ങളിൽ വെള്ളം ലൈറ്റായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക എന്നുകൂടി നമ്മളെ ചാനലിൽ ഇതിനു വേണ്ടി പറയുന്നുണ്ട്. കാരണം വെള്ളം നന്നായിട്ട് കിട്ടുന്ന സമയങ്ങളിൽ പ്ലാന്റ് നല്ല വളർച്ച കിട്ടും. അതേപോലെ തന്നെ പൂക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി അത് കുറച്ചേ കാണിക്കത്തുള്ളൂ. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റോസ് എന്നല്ല, ഏതെങ്കിലുമൊക്കെ ഫലവൃഗ തൈകളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് വെള്ളം നന്നായിട്ട് കൊടുത്ത് വളമൊക്കെ കൊടുത്ത് ഇവനെ നന്നായിട്ട് വളർത്തിയതിന് ശേഷമായിട്ട് ഈ ഇടയ്ക്ക് വെച്ച് വെള്ളം കട്ട് ചെയ്യാം. ഇപ്പോൾ ഓവറായിട്ട് വെള്ളമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചില പ്ലാന്റുകൾ കായ്ക്കാനും പൂക്കാനുമായിട്ടുള്ളൊരു ടെൻഡൻസിയൊക്കെ കുറച്ചേ കാണിക്കത്തുള്ളൂ. അതിന് അതും കൂടെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചെടികൾക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി ഫോഴ്സിൽ ഒരു പ്രഷറിൽ തന്നെ വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അന്നേരം ഒരു പരിധി വരെ കീടങ്ങളോ പൂച്ചികളോ ഒക്കെ അതിനകത്ത് ഇരിക്കാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കുന്നത് കുറഞ്ഞു കിട്ടും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ DAP വളം മാസത്തിലൊരുക്കി കൊടുക്കണം. അത് 15 ദിവസം കൂടുമ്പോഴത്തേക്കും മാറിയും തിരിഞ്ഞും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഇന്ന് DAP വളം കൊടുക്കുന്നു, 15 ദിവസം കഴിഞ്ഞിട്ട് ഫാക്ടംപോസ് കൊടുക്കുന്നു, മരുന്നടിക്കുന്നു. ഏതെങ്കിലും ഒരു ഫംഗിസൈഡോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡോഫിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ വള്ളി റോസിൻ്റെ ഇപ്പം ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇതിനെ ഫംഗിസൈഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. എന്നാലും ഒരു മുൻകരുതൽ എന്നോണം നമ്മൾ ഫംഗിസൈഡ് കൊടുക്കും. 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇൻസെക്ടിസൈഡും കൊടുക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ വെറ്റിംഗ് ഏജൻറ്റും കൂടെ ചേർത്തിട്ട് രണ്ടും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് രണ്ടായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ അത് പ്രത്യേകം എടുത്ത് കാണിക്കും. ഫംഗിസൈഡ് കൊടുക്കുന്നു, വെറ്റിംഗ് ഏജൻറ്റും കൂടെ ചേർത്ത് ഫംഗിസൈഡ് കൊടുക്കുന്നു. വലിയ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ ഇൻഡോഫിലം 45 എന്ന് പറയുന്ന ഫംഗിസൈഡ് കൊടുക്കുന്നു. അതിനകത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ കലക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 2 മില്ലി വെറ്റിംഗ് ഏജൻറ്റും കൂടെ ചേർത്ത് നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ശേഷമായിട്ട് ഇൻസെക്ടിസൈഡ് 15 ദിവസം കഴിയുമ്പോൾ കൊടുക്കുന്നു. അന്നേരം അതിനും കൂടെ ഒരു 3 മില്ലി 4 മില്ലി മരുന്ന് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ടഫ്കറോ അല്ലെങ്കിൽ റീവയോ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 മില്ലി വെറ്റിംഗ് ഏജൻറ്റും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്ന സമയത്ത് ഇലയുടെ അടിവശത്തും കൂടെ ഒന്ന് വീടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇലയുടെ അടിയിൽ നിന്നുമുള്ള കീടങ്ങളെ ഒരു പരിധിവരെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അന്നേരം ഇതിൻ്റെ വള്ളി റോസിൻ്റെ തൈകൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ കൊല്ലം രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള കുമാർ നഴ്സറിയിലോ അല്ലെന്നുണ്ടെങ്കിൽ മേടേമുക്ക് മാതൃഭൂമി ഓഫീസിനടുത്തുള്ള കുമാർ നഴ്സറിയിലോ അഥവാ ആർക്കെങ്കിലും ഓൺലൈൻ വഴി വള്ളി റോസ് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അഡ്രസ്സ് വാട്സപ്പ് ചെയ്യുക. വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം. അന്നേരം അത് മാക്സിമം അയച്ചു തരുന്നതായിരിക്കും. 2 പ്ലാന്റ് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 250 രൂപയാണ് കൊടുക്കുന്നത്. ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം നല്ല പ്ലാന്റാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സെറ്റായിട്ടുണ്ട്. അന്നേരം പ്ലാന്റൊക്കെ നല്ല വള്ളി വീശി വളർന്നു തുടങ്ങിയ പ്ലാന്റാണ്, ചെറിയ പ്ലാന്റ് അല്ല. പ്ലാന്റിൻ്റെ സൈസ് തന്നെ ഏകദേശം ഈ സൈസിൽ ഇരിക്കുന്ന പ്ലാന്റാണ് ഇപ്പം സെൻഡ് ചെയ്ത് കൊടുക്കുന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം 2 പ്ലാന്റ് പാക്ക് ചെയ്ത് ഇളക്കിയിട്ട് പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത്. അന്നേരം ഇത്തരം കളറാണ് സാധാരണ അയക്കുന്നത്. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കുക. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മളെ എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ. മാക്സിമം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കാൻ ശ്രമിക്കുക. ഇതേപോലെ ഓരോരുത്തരുടെയും സംശയങ്ങളാണ് നമ്മളെ വീഡിയോയിൽ നമ്മൾ എഴുതി തയ്യാറാക്കി പറയുന്നതല്ല, നേരിട്ട് മനസ്സിലാക്കി പറഞ്ഞു തരുന്നതാണ്. അത് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്, അതുകൊണ്ടൊന്ന് മനസ്സിലാക്കുക. അന്നേരം റെക്കോർഡ് ചെയ്ത് പറയുന്നതല്ലാത്തത് കൊണ്ട് ചിലപ്പം ചില തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അന്നേരം ഇത് സദയം ക്ഷമിക്കുക. അന്നേരം നമ്മളെ ചാനലിൽ ഏകദേശം 42,000 സബ്സ്ക്രൈബേഴ്സ് ആയ വിവരം സസന്തോഷം അറിയിച്ചു കൊള്ളുന്നു. അന്നേരം എല്ലാവർക്കും ഒരുപാട് നന്ദി. അന്നേരം കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മളെ നഴ്സറിയും കൂടെ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗൂഗിൾ മാപ്പിലുണ്ട് കുമാർ നഴ്സറി കൊല്ലം. അതേ ഫേസ്ബുക്ക് പേജിൽ കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്നൊരു പേജുണ്ട്. അതിന് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ അപ്ഡേഷനോ അതേപോലെ നമ്മളെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് പോയാലും നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ നമ്മളെ പേജ് വഴിയായിട്ട് നമുക്ക് വീണ്ടും ചാനൽ തുടങ്ങുന്നവരൊക്കെ നമുക്ക് അതിനകത്തൂടെ പാസ് ചെയ്യാം. അതേപോലെ തന്നെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി വിനിമയം ചെയ്യാം. അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക. അന്നേരം എല്ലാവരുടെയും ഇനിയും വരും ദിവസങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനം ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.